ഇപ്പൊ ഇന്ന് മുതൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായിട്ട് സ്വരാജിന്റെ പരാജയം ഷൗക്കത്തിന്റെ വിജയം നിങ്ങൾ പരിപൂർണമായിട്ട് അംഗീകരിച്ച് നിങ്ങളെ മുക്ത ആനന്ദിക്കാൻ ഞാനൊരു വാക്ക് പറഞ്ഞു. ആ വാക്ക് ഏതായാലും ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ജില്ലാ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പു ഹാജി ഔദ്യോഗികമായിട്ട് നിങ്ങൾക്ക് മുസ്ലിം ലീഗിന്റെ ലെറ്റർ പിന്നെ നമ്മുടെ മെമ്പർഷിപ്പ് ഇൻഷാ അല്ലാഹ് തരും. അതിനുവേണ്ടി പ്രിയപ്പെട്ട നേതാക്കളുമായി കണ്ട് ചർച്ച നടത്തി അതിന് ഞാനൊരു തീരുമാനപ്പെടുക്കുന്നതാണ്. ഞാൻ ഈ പാർട്ടിയിൽ നിൽക്കുന്ന കാലം ആത്മാർത്ഥമായിട്ട് ഞാൻ പാർട്ടി. തിരഞ്ഞെടുപ്പാണ്. ബെറ്റുകൾ സർവ്വസാധാരണമാണ്. ഒരു കൗതുകമുള്ള ബെറ്റുണ്ട്. മലപ്പുറത്ത് തൂരാണ് സംഭവം. അതായത് തൻ്റെ രാഷ്ട്രീയ ജീവിതം ബെറ്റ് വെച്ച് ഒരാൾ മുന്നോട്ട് വന്നു. പക്ഷെ അദ്ദേഹം അതിൽ പരാജിതനാവുകയും ചെയ്തു. ഒരു CPI മുൻ ബ്രാഞ്ച് സെക്രട്ടറി മുസ്ലിം ലീഗിലേക്ക് എത്തുകയാണ് അതിലൂടെ. മലപ്പുറം തൂവൂരിൽ ഗഫൂറും ഷെരീഫും തമ്മിൽ ഒരു കടയ്ക്കും ഉള്ളിൽ നിന്ന് നടന്ന ഒരു ചായക്കടയ്ക്ക് അകത്ത് നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഉപേക്ഷിച്ച് ഗഫൂറിനെ ലീഗിലേക്ക് വരേണ്ടി വന്നത്. ഗഫൂറും ഷെരീഫ് അബ്ദുള്ള എന്ന ലീഗ് പ്രവർത്തകൻ. ഗഫൂർ CPI മുൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ് തൂവൂരുള്ള. അതേപോലെ ഷെരീഫ് അബ്ദുള്ള എന്ന സുഹൃത്ത് മുസ്ലിം ലീഗ് പ്രവർത്തകനുമാണ്. അങ്ങനെ ഷെരീഫും ഗഫൂറും തമ്മിൽ ഒരു ബെറ്റ് വെച്ചു. സ്വരാജ് ജയിക്കുകയാണെങ്കിൽ ലീഗുകാരനായ ഷെരീഫ് അബ്ദുള്ള എന്ത് ചെയ്യും? തൻ്റെ സാമൂഹിക പ്രവർത്തനവും പൊതുപ്രവർത്തനവും അവസാനിപ്പിക്കും. അപ്പോൾ ഗഫൂർ പറഞ്ഞു, സ്വരാജ് തോറ്റാൽ, ഷൗക്കത്ത് വിജയിച്ചാൽ ഞാൻ എൻ്റെ CPI ഇടതുപക്ഷ പൊളിറ്റിക്സ് കരിയർ അവിടെ അവസാനിപ്പിച്ച് ലീഗിലേക്ക് വരുമെന്ന്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഷൗക്കത്ത് വിജയിച്ചു. അങ്ങനെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിജയം ഒരാളുടെ രാഷ്ട്രീയ ഭാവി മാറ്റി. അങ്ങനെ ഒരാളെ ലീഗിലേക്ക് എത്തുകയാണ്. ഇത് കൂട്ടുകാർ തമ്മിൽ പറഞ്ഞ ഒരു വാക്കായിരുന്നു. പക്ഷേ അദ്ദേഹം ഗഫൂർ ഇലക്ഷൻ റിസൾട്ട് വന്നു. അതിനുശേഷം ഷെരീഫിൻ്റെ വീട്ടിലെത്തി ഷെരീഫിനെ കണ്ടു. ലീഗിലേക്കുള്ള പ്രവേശനത്തിനുള്ള നടപടികൾ സ്വീകരിച്ചു എന്നൊക്കെയാണ് അറിയുന്നത്. എന്തായാലും നമുക്ക് അവർ ബെറ്റ് വെച്ച് അതിനുശേഷം നടന്ന ഒരു സംഭവം അവർ വീഡിയോ എടുത്തു വെച്ചിരുന്നു. അത് നമുക്കൊന്ന് കാണാം. ഇന്ന് നമ്മളിവിടെ ഞാൻ സംഗമിച്ചിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട എന്റെ സുഹൃത്താണ് ഗഫൂർ. ഗഫൂർ CPIയിലെ തൂവൂർ ടൗൺ ലോക്കൽ സെക്രട്ടറി കൂടിയാണ്, ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് ഗഫൂർ. ആ ഗഫൂർ ഞാനും ഈ ഇലക്ഷന് മുമ്പ് ഞങ്ങൾ തമ്മിൽ പരസ്പരം ഒരു ധാരണയിലെത്തിയിരുന്നു. ഒരു ബെറ്റ് വെച്ചിരുന്നു. ബെറ്റ് എന്ന് തന്നെ പറയാം, ബെറ്റ് വെച്ചിരുന്നു. എന്താ വെച്ചാൽ വിഷയമൊന്നുമല്ല, സ്വരാജ് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം എന്നേക്കുമായി അവസാനിപ്പിക്കും, പൊതുപ്രവർത്തനം നിർത്തിവെക്കും എന്ന് ഞാൻ ഗഫൂറിനോട് പറയുകയും ഗഫൂർ തിരിച്ച് ഗഫൂർ എഗ്രിമെന്റ് വെച്ചിട്ട് പേപ്പറിൽ എഗ്രിമെന്റ് വെച്ചിട്ടാണ് ഗഫൂറിനോട് തിരിച്ചു പറഞ്ഞു, ഞാൻ സ്വരാജ് തോറ്റു കഴിഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്താണ് വിജയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്റെ പാർട്ടിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന നക്ഷത്രാധിക ഹരിത പതാകയുടെ പ്രവർത്തകനായി അതിന്റെ ഒരാളായി തൂവൂർ പ്രവർത്തിക്കും സജീവമായിട്ടെന്ന് അവർ എനിക്ക് വാഗ്ദാനം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ അവരിന്ന് രാവിലെ തന്നെ എന്നെ തേടി എന്റെ വീട്ടിൽ വരികയും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനുമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹുസൈന്റെ വീട്ടിലേക്ക് പോകുമെന്ന് പറയുകയും അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എത്തിയത്. പ്രിയപ്പെട്ട ഗഫൂർ ഇന്നു മുതൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു വരും അറിയിക്കുകയാണ് സസന്തോഷത്തോടുകൂടി. ഗഫൂർ എന്തെങ്കിലും പറയട്ടെ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 2013 CPIയിലേക്ക് വരുമ്പോൾ ഒരു പ്രവർത്തകനായിരുന്നു. അതിനുശേഷം ഞാൻ തൂവൂർ ടൗൺ ബ്രാഞ്ച് സെക്രട്ടറി ആവുകയും ഇപ്പോൾ ഞാൻ അസിസ്റ്റന്റ് സെക്രട്ടറി നിലവിലുണ്ട്. ഞാൻ രാജിവെച്ചു. പറഞ്ഞു അവരുടെ പാർട്ടിന്റെ നേതാക്കന്മാർ രാജിവെച്ചു. ഇപ്പൊ ഇന്ന് മുതൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായിട്ട് സ്വരാജിന്റെ പരാജയം ഷൗക്കത്തിന്റെ വിജയം നിങ്ങൾ പരിപൂർണമായിട്ട് അംഗീകരിച്ച് നിങ്ങളെ മുക്ത ആനന്ദിക്കാൻ ഞാനൊരു വാക്ക് പറഞ്ഞു. ആ വാക്ക് ഏതായാലും ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ജില്ലാ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പു ഹാജി ഔദ്യോഗികമായിട്ട് നിങ്ങൾക്ക് മുസ്ലിം ലീഗിന്റെ ലെറ്റർ നമ്മുടെ മെമ്പർഷിപ്പ് ഇൻഷാ അല്ലാഹ് തരും. അതിനുവേണ്ടി പ്രിയപ്പെട്ട നേതാക്കളുമായി കണ്ട് ചർച്ച നടത്തി അതിന് ഞാനൊരു തീരുമാനപ്പെടുക്കുന്നതാണ്. ഞാൻ ഈ പാർട്ടിയിൽ നിൽക്കുന്ന കാലം ആത്മാർത്ഥമായിട്ട് ഞാൻ പാർട്ടി ഇതിൽ പങ്കെടുത്ത